ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. നമ്മളിന്ന് ഈ വീഡിയോയിൽ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോസ്റ്റ് പോപ്പുലർ ജേർണലിസ്റ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ. ഇന്ത്യൻ ന്യൂസ് പേപ്പർ ഹിസ്റ്ററിയിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ജേർണലിസ്റ്റുകളെക്കുറിച്ചാണ്. അവരുടെ പ്രധാനപ്പെട്ട പബ്ലിക്കേഷൻസ്, ന്യൂസ് പേപ്പേഴ്സ്, അതുപോലെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത മറ്റ് മേഖലകൾ, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. വി വിൽ ബിഗിൻ വിത്ത് എസ് സദാനന്ദ്. എസ് സദാനന്ദ് എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള, ഇന്ത്യൻ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജേർണലിസം കരിയർ തുടങ്ങുന്നത് റോയിട്ടേഴ്സ് എന്ന് പറഞ്ഞ വേൾഡ് ഫേമസ് ന്യൂസ് ഏജൻസിയിൽ നിന്നാണ്. അല്ലെങ്കിൽ റോയിട്ടേഴ്സിലായിരുന്നു അദ്ദേഹം ആദ്യം വർക്ക് ചെയ്തിരുന്നത്. അതിനുശേഷം 1920 അദ്ദേഹം റോയിട്ടേഴ്സ് വിടുകയും ഇന്ത്യയിലേക്ക് വരികയും ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്ന ഇന്ത്യയിലെ പത്രത്തിൻ്റെ അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യൻ ന്യൂസ് പേപ്പർ ഹിസ്റ്ററിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് എന്ന പത്രത്തിലെ അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ടാണ്. അതിനുശേഷം അദ്ദേഹം പല പത്രങ്ങളിൽ വർക്ക് ചെയ്തു. രംഗൂൺ ടൈംസ് എന്ന് പറയുന്ന മറ്റൊരു പത്രത്തിലേക്ക് അദ്ദേഹം മാറി, ഈ ഇൻഡിപെൻഡൻറ്റിൽ നിന്നും. അതിനുശേഷം 1927 അദ്ദേഹം ഒരു ന്യൂസ് ഏജൻസി, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ന്യൂസ് ഏജൻസി നമുക്ക് പറയും, ഇന്ത്യക്കാരൻ തുടങ്ങിയ ഫ്രീ പ്രസ് ന്യൂസ് സർവീസ് എന്ന് പറയുന്ന ഒരു ന്യൂസ് ഏജൻസി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. അതിൽ കുറച്ചു കാലം വർക്ക് ചെയ്തു. അതിനുശേഷം 1932 അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ് പർച്ചേസ് ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്ന മാനേജ്മെൻറ്റിൽ നിന്നും, നമ്മൾ നേരത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഹിസ്റ്ററി പഠിച്ചതാണ്, അവരിൽ നിന്നും ഇന്ത്യൻ എക്സ്പ്രസ് പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹം വാങ്ങിയെന്നാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്ടകാലം ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയ വ്യക്തി കൂടിയാണ് എസ് സദാനന്ദ്. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ 1932 ജോയിൻ ചെയ്തെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് മറ്റ് ഭാഷകളിൽ അദ്ദേഹം പല പത്രങ്ങളും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ആ കമ്പനിയുടെ കീഴിൽ തുടങ്ങി എന്നുള്ളതാണ്. ദിനമണി എന്ന് പറയുന്ന തമിഴ് പത്രം, ദിനമണി, ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഇപ്പോഴത്തെയും ഒരു സിസ്റ്റർ പബ്ലിക്കേഷനാണ് ദിനമണി, തമിഴിലുള്ള. അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം ലോഞ്ച് ചെയ്തതാണ്. അതേപോലെ നവഭാരതി എന്ന് പറയുന്ന മറ്റൊരു പത്രം മഹാരാഷ്ട്രയിൽ അദ്ദേഹം തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ പല ലാംഗ്വേജുകളിലായിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിനെ വളർത്തുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട്. എസ് സദാനന്ദ് റോയിട്ടേഴ്സിൽ തുടങ്ങി, പിന്നെ ഇന്ത്യൻ പത്രങ്ങളിലേക്ക് എഡിറ്ററായിട്ടും മറ്റ് ഉയർന്ന പദവികളിലും ജോലി ചെയ്തതിന് ശേഷം അദ്ദേഹം 1932 ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന വളരെ പോപ്പുലറായിട്ടുള്ള ഇന്ത്യൻ പത്രം അദ്ദേഹം പർച്ചേസ് ചെയ്യുകയും വാങ്ങുകയും ഇന്ത്യൻ എക്സ്പ്രസ്സിനെ ഇന്ത്യയിലെ ടോപ്പ് ന്യൂസ് പേപ്പേഴ്സിൻ്റെ കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നതും യഥാർത്ഥത്തിൽ എസ് സദാനന്ദാണ്. സോ എസ് സദാനന്ദ് വാസ് വൺ എമംഗ് ദി മോസ്റ്റ് പോപ്പുലർ ഇന്ത്യൻ ജേർണലിസ്റ്റ്. ക്ലിയർ? ഓക്കെ. ഇനി നമ്മൾ രണ്ടാമത്തെ വ്യക്തിയിലേക്ക് പോവുകയാണ്. ഇറ്റ് വാസ് ഫ്രാങ്ക് മൊറൈസ് എന്ന് പറയുന്ന മറ്റൊരു മാധ്യമ പ്രവർത്തകൻ. he had worked with the Times of India and Indian Express. രണ്ട് പത്രത്തിലും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം he was with the Times of India. ടൈംസ് ഓഫ് ഇന്ത്യയുടെ കൂടെയായിരുന്നു കൂടുതൽ വർക്ക് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അതിലായിരുന്നു കൂടുതൽ വർക്ക് ചെയ്തത്. 1934 ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു സ്റ്റാഫായിട്ടാണ്, സാധാരണ ഒരു എഡിറ്റോറിയൽ സ്റ്റാഫായിട്ടാണ് അദ്ദേഹം ഈ ജേർണലിസം രംഗത്തേക്ക് കടന്നു വരുന്നത്. ഫ്രാങ്ക് മൊറൈസ് entered in the area of journalism as an editorial staff of the Times of India in 1934. അതിനുശേഷം അദ്ദേഹം 1938 he was promoted as the junior editor. ടൈംസ് ഓഫ് ഇന്ത്യയുടെ തന്നെ ജൂനിയർ എഡിറ്ററായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, വർക്ക് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തെ സിലോണിലേക്ക്, ഇന്നത്തെ ശ്രീലങ്ക എന്ന് പറയുന്ന സിലോണിലേക്ക്, അവിടുത്തെ എഡിറ്ററായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ അയക്കുകയും തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തെ വീണ്ടും പ്രൊമോട്ട് ചെയ്തു. 1950 അദ്ദേഹത്തെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്ററായിട്ട് നിയമിച്ചു. സോ ഹി വാസ് അപ്പോയിൻറ്റഡ് ആസ് ദി എഡിറ്റർ ഓഫ് ദി ടൈംസ് ഓഫ് ഇന്ത്യ ഇൻ 1950. ദെൻ
കുറച്ച് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു 1957 അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിലേക്ക് മാറി അവിടെ ഒരു ചീഫ് എഡിറ്ററായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്, കുറഞ്ഞ കാലം മാത്രം. അപ്പോൾ ഫ്രാങ്ക് മൊറൈസ് എന്ന് പറഞ്ഞത് ഇന്ത്യൻ പ്രധാനപ്പെട്ട ഇന്ത്യൻ പത്രങ്ങളായ ടൈംസ് ഓഫ് ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിലും പിന്നെ പല തലങ്ങളിൽ അത് ഒരു എഡിറ്റോറിയൽ സ്റ്റാഫായിട്ട് തുടങ്ങി ടോപ്പ് ലെവൽ എഡിറ്റർ വരെ ആയ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഫ്രാങ്ക് മൊറൈസ്. ക്ലിയർ? അപ്പം ആ ഡേറ്റ്, ഇയറും കാര്യങ്ങളും, അദ്ദേഹം എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ജോയിൻ ചെയ്തത്, എന്നാണ് അദ്ദേഹത്തിൻ്റെ ജൂനിയർ എഡിറ്ററായിട്ടും പ്രൊമോട്ട് ചെയ്തത്, എന്നാണ് അദ്ദേഹം പിന്നെ എഡിറ്റർ ആവുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ, പിന്നെ ഏത് കാലയളവിലാണ് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിലേക്ക് മാറുന്നത്, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോട്ടിൽ നിങ്ങൾ എഴുതുക. ഇയേഴ്സൊക്കെ ഓരോരുത്തരുടെ പിന്നെ പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് അവർ പിന്നെ വർക്ക് ചെയ്ത പത്രങ്ങളുടെ പേരും അതുപോലെ തന്നെ ഇയേഴ്സ് മുതൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു ദി തേർഡ് പേഴ്സൺ. മൂന്നാമത്തെ വ്യക്തി എൻ രാമറാവു. ഈ രാമറാവു പല പത്രങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. രാമറാവുവിനെ പറയുമ്പം തന്നെ എപ്പോഴും ഒരു റെസിഗ്നേഷൻ ലെറ്റർ കയ്യിൽ വെച്ച് നടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ ചരിത്രം പിന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് പത്രങ്ങളിൽ ഓൾമോസ്റ്റ് ഏകദേശം ഒരു 25ഓളം ന്യൂസ് പേപ്പേഴ്സിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നിലും ഉറച്ചു നിൽക്കാത്ത, അല്ലെങ്കിൽ പുതിയ പരീക്ഷണങ്ങൾ എപ്പോഴും താല്പര്യമുള്ള, എഴുത്തിലൊക്കെ താല്പര്യമുള്ള ഒരു പ്രഗത്ഭനായിട്ടുള്ള ജേർണലിസ്റ്റായിരുന്നു പിന്നെ എൻ രാമറാവു. ഓക്കെ, അദ്ദേഹം ഒരുപാട് പത്രങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ന്യൂ ടൈംസ്, ടൈംസ് ഓഫ് ഇന്ത്യ, ഫ്രീ പ്രസ് ജേർണൽ, സ്വരാജ്യ, നാഷണൽ ഹെറാൾഡ്, അതുപോലെ ബോംബെ ക്രോണിക്കൽ, പയനിയർ, ഇങ്ങനെ ഒരുപാട് പത്രങ്ങളിൽ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പിന്നെ ഒരു ജേർണലിസ്റ്റായിരുന്നു കെ രാമറാവു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത വ്യക്തിയിലേക്ക് പോവുകയാണ്. എം ചലപതി റാവു. ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ മറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ജേർണലിസ്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇദ്ദേഹം ഈ വർക്കിംഗ് ജേർണലിസ്റ്റിൻ്റെ റൈറ്റ്സിന് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ശബ്ദിക്കുകയും ശക്തമായിട്ട് വാദിക്കുകയും, അതേപോലെ ഈ ജേർണലിസ്റ്റ് പിന്നെ ഫെഡറേഷൻ അതുപോലെ തന്നെ അസോസിയേഷനൊക്കെ ഫോം ചെയ്യുന്നതിലൊക്കെ നിർണായക പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് എം ചലപതി റാവു. ഓക്കെ, അദ്ദേഹം വളരെ പ്രഗത്ഭനായിരുന്നു, ഒരു പ്രഗത്ഭനായിട്ടുള്ള ജേർണലിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യം വർക്ക് ചെയ്തത് 1938 ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമായ ജവഹർലാൽ നെഹ്റു ആരംഭിച്ച ദ നാഷണൽ ഹെറാൾഡിലായിരുന്നു. അങ്ങനെ 1938 ജോയിൻ ചെയ്തു. 1946 ആയപ്പോഴേക്കും ഹി വാസ് പ്രൊമോട്ടഡ് ആസ് ദി എഡിറ്റർ ഓഫ് ദാറ്റ് പേപ്പർ. നാഷണൽ ഹെറാൾഡിൻ്റെ എഡിറ്ററായിട്ട് നെഹ്റു അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തു എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ടായിരിക്കാം. അങ്ങനെ അദ്ദേഹം 30 വർഷത്തോളം ആ പത്രത്തിൻ്റെ എഡിറ്റർ പദവിയിൽ പ്രവർത്തിച്ച വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു ജേർണലിസ്റ്റാണ് എം ചലപതി റാവു. അദ്ദേഹം പല കമ്മീഷനുകളിലും ഒക്കെ, ഗവൺമെൻറ്റൊക്കെ പല കമ്മിറ്റികളിലും മെമ്പറായിരുന്നു. ഹി വാസ് ഓൾസോ എ മെമ്പർ ഓഫ് ദി ഫസ്റ്റ് പ്രസ് കമ്മീഷൻ. മാധ്യമങ്ങളുടെയൊക്കെ പിന്നെ സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരുടെയൊക്കെ ജീവിത നിലവാരമൊക്കെ ഉയർത്താൻ പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻ്റ് ചെയ്ത കമ്മീഷൻസ്, 2 കമ്മീഷൻസാണുള്ളത്. ഫസ്റ്റ് പ്രസ് കമ്മീഷനും സെക്കൻഡ് പ്രസ് കമ്മീഷനും നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഫസ്റ്റ് പ്രസ് കമ്മീഷൻ മെമ്പറായിരുന്നു ആര്? എം ചലപതി റാവു. ഓക്കെ, നെക്സ്റ്റ് ഈസ് പോത്തൻ ജോസഫ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മലയാളിയായ പോത്തൻ ജോസഫ് എന്ന ജേർണലിസ്റ്റിനെ കുറിച്ചാണ്. ഇദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു. പല പ്രഗത്ഭരുടെയും കൂടെ മാധ്യമ പ്രവർത്തകനായിട്ട് വർക്ക് ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗാന്ധിജി, ആനി ബെസന്റ്, സരോജിനി നായിഡു പോലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളോ അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ മാധ്യമങ്ങളിൽ അവർ നിയന്ത്രിച്ചിരുന്ന പ്രസിദ്ധീകരണങ്ങളിൽ വർക്ക് ചെയ്യാൻ സാധിച്ച ഒരു പ്രഗത്ഭനായിട്ടുള്ള ജേർണലിസ്റ്റാണ് പോത്തൻ ജോസഫ്. അദ്ദേഹം പ്രശസ്തനാവുന്നത് അദ്ദേഹം കോളംസൊക്കെ എഴുതി, ആദ്യമായിട്ട് ഇന്ത്യയിൽ പൊളിറ്റിക്കൽ കോളംസ് എഴുതിയതും ഇദ്ദേഹമാണ്. വളരെ പ്രശസ്തമായിട്ടുള്ള, ഇപ്പോഴും ജേർണലിസം ഹിസ്റ്ററിയിൽ നമ്മളിപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഈ പോത്തൻ ജോസഫിൻ്റെ പ്രശസ്തമായിട്ടുള്ള പൊളിറ്റിക്കൽ കോളത്തിൻ്റെ പേരാണ് ഓവർ എ കപ്പ് ഓഫ് ടീ എന്ന് പറയുന്നത്. ഓവർ എ കപ്പ് ഓഫ് ടീ എന്ന ടൈറ്റിലിൽ അദ്ദേഹം എഴുതിയ പൊളിറ്റിക്കൽ കാർട്ടൂൺസ്. അദ്ദേഹം ഏകദേശം 26
പത്രങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ ടൈംസ്, അതുപോലെ ഇന്ത്യൻ എക്സ്പ്രസ്, ഡെക്കാൻ ഹെറാൾഡ്, ഇതിലൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ എണ്ണപ്പെട്ട ജേർണലിസ്റ്റുകളിൽ ഒരാളാണ് പോത്തൻ ജോസഫ്, മലയാളിയായ പോത്തൻ ജോസഫ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് വായനക്കാരുണ്ടായ, ഒരുപാട് പ്രശസ്തി നേടിയ അദ്ദേഹത്തിൻ്റെ കോളത്തിൻ്റെ പേരാണ് ഓവർ എ കപ്പ് ഓഫ് ടീ. Then M. Shivaram, another notable Indian journalist is M. Shivaram. ഇദ്ദേഹം അറിയപ്പെടുന്നത് സ്കൂപ്പുകളുടെ ജേർണലിസ്റ്റ് എന്നാണ്. സ്കൂപ്പ് എന്ന് പറയുന്ന എക്സ്ക്ലൂസീവ്, മറ്റാർക്കും കിട്ടാത്ത വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നതിൽ പ്രഗത്ഭനായിരുന്നു എം ശിവറാം. അദ്ദേഹം പ്രശസ്തനാവുന്നത് 1947 ബർമ്മയിൽ നടന്ന ഒരു കൂട്ടക്കൊല, അസാസിനേഷൻ, അവിടുത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരെ കൊന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു 1947. അത് ആദ്യം ലോകത്തെ അറിയിച്ചത് ശിവറാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്കൂപ്പുകൾ അല്ലെ എക്സ്ക്ലൂസീവ് സ്റ്റോറികൾ പുറത്തു കൊണ്ടുവരുന്നതിൽ വളരെ പ്രഗത്ഭനായ ഒരു ജേർണലിസ്റ്റായിരുന്നു എം ശിവറാം. അദ്ദേഹം മലയാളിയായിരുന്നു. അദ്ദേഹം പിന്നീട് കേരളത്തിലേക്ക് തിരിച്ചു വരികയും ഇവിടെ കേരളത്തിൽ ജേർണലിസം അക്കാഡമി അല്ലെങ്കിൽ ജേർണലിസം ടീച്ചിങ്ങിനൊക്കെ തുടക്കം കുറിച്ചതും അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് തിരുവനന്തപുരത്ത് ഒരു ജേർണലിസം അക്കാഡമി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം എന്ന പേരിൽ ഒരു അക്കാഡമി തന്നെ തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ്. പല യൂണിവേഴ്സിറ്റികളും അദ്ദേഹം ജേർണലിസം പറഞ്ഞു കൊടുക്കാൻ ഗസ്റ്റ് ലെക്ചറായിട്ടും ഫാക്കൽറ്റി ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ജേർണലിസം ടീച്ചിങ്ങിൽ ആദ്യമായിട്ട് കേരളത്തിൽ പുതിയ വളർന്നു വരുന്ന മാധ്യമ പ്രവർത്തകർക്ക് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിരുന്നു. സ്ഥാപനങ്ങൾ, ഈ ജേർണലിസം പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നതിലും ഇദ്ദേഹം പ്രധാനപ്പെട്ട പങ്കാണ് വഹിച്ചത് എം ശിവറാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ജേർണലിസ്റ്റിലേക്ക് പോവാണ്, രാമനാഥ് ഗോയങ്കെ. ഇത് നമ്മൾ നേരത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഹിസ്റ്ററി പറഞ്ഞ സമയത്ത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടാവും രാമനാഥ് ഗോയങ്കെ. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വളർച്ചയിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച ഒരു എസ് സദാനന്ദ് പോലെ തന്നെ മറ്റൊരു പബ്ലിഷറാണ് രാംനാഥ് ഗോയങ്കെ. അദ്ദേഹത്തെ ഒരു ഇന്ത്യൻ ന്യൂസ് പേപ്പർ പബ്ലിഷർ നമുക്ക് പറയാം, പ്രസാധകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് ഈ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഇന്ത്യൻ എക്സ്പ്രസ്സിനെ ജനങ്ങളുടെ പത്രമാക്കി, അല്ലെങ്കിൽ ജനങ്ങളുടെ വോയിസ് പ്രതിഫലിപ്പിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയ പത്രമാണ് ഇന്ത്യൻ എക്സ്പ്രസ്. അതിൻ്റെ പ്രധാന കാരണം രാംനാഥ് ഗോയങ്കെ ആയിരുന്നു. അദ്ദേഹം എടുത്ത നിലപാടുകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്രം എന്ന നിലക്ക് ഈ അടിയന്തരാവസ്ഥക്കെതിരെ ശക്തമായിട്ട് വാദിച്ച, എഴുതിയ, പ്രതികരിച്ച, അല്ലെങ്കിൽ അതേപോലുള്ള ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെതിരെയൊക്കെ പ്രതികരിച്ച ഒരു പത്രം തന്നെയായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്. അപ്പോൾ രാമനാഥ് ഗോയങ്കെ എന്ന് പറയുന്നത് ഒരു പബ്ലിഷറാണ്. ഇന്ത്യയിൽ പ്രശസ്തനായിട്ടുണ്ടായിരുന്ന ഒരു ന്യൂസ് പേപ്പർ പബ്ലിഷർ, പ്രസാധകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്രമായിരുന്നു ദീർഘകാലം ഗോയങ്കെ എന്ന കമ്പനിയുടെ കീഴിലായിരുന്നു, അല്ലെങ്കിൽ ഗോയങ്കയുടെ പേരുള്ള കമ്പനിയുടെ കീഴിലായിരുന്നു ഈ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം പ്രവർത്തിച്ചത്. ദെൻ ബി ജി വർഗീസ്, ബൂബ്ലി ജോർജ് വർഗീസ് എന്ന് പറയുന്ന ബി ജി വർഗീസ്, അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് അദ്ദേഹത്തിൻ്റെ ജേർണലിസം കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1944. പിന്നെ അദ്ദേഹം 1969 ഹിന്ദുസ്ഥാൻ ടൈംസിൽ വർക്ക് ചെയ്തു. അതുമാത്രമല്ല, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയുടെ ഇൻഫർമേഷൻ അഡ്വൈസറായിട്ട് അദ്ദേഹത്തെ 1966 നിയമിച്ചു എന്നുള്ളതാണ്. ഹി വാസ് അപ്പോയിൻറ്റഡ് ആസ് ദി അഡ്വൈസർ ടു ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇൻ 1966. അദ്ദേഹം ഒരുപാട് അവാർഡുകളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. മാക്സസെ അവാർഡ് അടക്കമുള്ള അവാർഡുകൾ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്. അതുപോലെ തന്നെ പല കമ്മീഷൻസിലും അദ്ദേഹവും മെമ്പറായിരുന്നു. ഈ ന്യൂസ് പേപ്പേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറി കമ്മീഷൻസിലൊക്കെ അദ്ദേഹം മെമ്പറായിരുന്നു. മാക്ബ്രൈഡ് കമ്മീഷനിലടക്കം അദ്ദേഹം ഒരു മെമ്പറായിരുന്നു. ബൂബ്ലി ജോർജ് വർഗീസ് എന്ന് പറയുന്ന ബി ജി വർഗീസ്. ദെൻ മൂവിങ് ടുവേർഡ്സ് അരുൺ ഷൂറി. അരുൺ ഷൂറി was a writer, economist, a minister. അദ്ദേഹം പല തലങ്ങളിൽ പ്രവർത്തിച്ച വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു ജേർണലിസ്റ്റാണ് അരുൺ ഷൂറി. ദീർഘകാലം അദ്ദേഹം പല പത്രങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പല പത്രങ്ങൾക്കും വേണ്ടി കോളംസൊക്കെ എഴുതിയിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് അദ്ദേഹം കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എഡിറ്ററായിട്ട്. ദീർഘകാലം ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം 1986 അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് മാറി.
അതിനുശേഷം അതിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടാണ് മാറിയത്. പിന്നെ ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം തിരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് ഇന്ത്യൻ എക്സ്പ്രസ്സിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്നുള്ളതാണ്. അപ്പം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ തുടങ്ങി ഒരു വർഷം ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് മാറി വീണ്ടും ഇന്ത്യൻ എക്സ്പ്രസ്സിലേക്ക് വന്ന പ്രശസ്തനായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ, ജേർണലിസ്റ്റ് ആയിരുന്നു അരുൺ ഷൂറി. മാത്രമല്ല അദ്ദേഹം ഒരു എക്കണോമിസ്റ്റ്, പല ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പല ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിലൊക്കെ പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിച്ച പ്രശസ്തനായിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ്, സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിരുന്നു. ഒരു റൈറ്റർ കൂടിയാണ്. മറ്റ് പത്രങ്ങൾക്കും മാഗസിനിലൊക്കെ തന്നെ കോളംസൊക്കെ എഴുതി കൊടുത്തിരുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു മിനിസ്റ്ററായിട്ടും ഇന്ത്യയിലെ ഒരു കേന്ദ്രമന്ത്രിയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് അരുൺ ഷൂറി. ഓക്കെ, നെക്സ്റ്റ് കുൽദീപ് നയ്യാർ. കുൽദീപ് നയ്യാറും വളരെ പ്രശസ്തനായിട്ടുള്ളൊരു റൈറ്ററാണ്, ജേർണലിസ്റ്റാണ്. 80ഓളം പബ്ലിക്കേഷൻസിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നാണ്. ഓപ്പൺ പേജുകളൊക്കെ പല പത്രങ്ങളുടെയും ഓപ്പോസിഷൻ എഡിറ്റോറിയൽ പേജിൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ എഴുതിയ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ജേർണലിസ്റ്റായിരുന്നു കുൽദീപ് നയ്യാർ. ഏകദേശം 14ഓളം ഇന്ത്യൻ ലാംഗ്വേജിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങളിൽ അദ്ദേഹം ആർട്ടിക്കിൾസൊക്കെ എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. അദ്ദേഹത്തെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പല കാലയളവിൽ പല ഉത്തരവാദിത്തങ്ങളും ഒഫീഷ്യലായിട്ടുള്ള പല റെസ്പോൺസിബിലിറ്റിയും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ UN ഡെലിഗേറ്റ് അദ്ദേഹം പോയിട്ടുണ്ട്. യുണൈറ്റഡ് നാഷൻസിൽ ഇന്ത്യൻ പ്രതിനിധിയായിട്ട് അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു രാജ്യസഭാ മെമ്പറായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പല തലങ്ങളിൽ നയതന്ത്ര കാര്യങ്ങളിലും അതുപോലെ തന്നെ ഈ മാധ്യമരംഗത്തും ഒക്കെ പ്രതിഭ തെളിയിച്ച വളരെ പ്രശസ്തനായിട്ടുള്ളൊരു ജേർണലിസ്റ്റാണ് കുൽദീപ് നയ്യാർ. ഓക്കെ, 14ഓളം ഭാഷകളിൽ 80ഓളം പ്രസിദ്ധീകരണങ്ങളിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ, ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് ബിയോണ്ട് ദ ലൈൻസ്. വളരെ അധികം ആളുകൾ വായിച്ച ഒരു ഓട്ടോബയോഗ്രഫിയാണ് കുൽദീപ് നയ്യാറുടെ ബിയോണ്ട് ദ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു പ്രഗത്ഭനായിട്ടുള്ള ഇന്ത്യൻ ജേർണലിസ്റ്റാണ് പി സായിനാഥ്. പി സായിനാഥ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പല ആളുകൾ ഇപ്പോഴില്ല. ഓക്കെ, പി സായിനാഥ് ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം ഒരു പോപ്പുലറായിട്ടുള്ളൊരു റൂറൽ റിപ്പോർട്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് റൂറൽ റിപ്പോർട്ടിംഗ് ആണ്. അതായത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയിട്ട് അവിടെ എല്ലാ ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യുക. അതിൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് പി സായിനാഥ്. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള റൂറൽ റിപ്പോർട്ടറാണ്, അല്ലെങ്കിൽ റൂറൽ അഫയേഴ്സ് റിപ്പോർട്ടറാണ്, അല്ലെങ്കിൽ റൈറ്ററാണ് പി സായിനാഥ്. അദ്ദേഹത്തെ ഇപ്പോൾ നിലവിൽ ദ ഹിന്ദു പത്രത്തിൻ്റെ റൂറൽ അഫയേഴ്സ് എഡിറ്ററായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. പല ഇന്ത്യൻ ഗ്രാമങ്ങളിലെ പല ഇഷ്യൂസും റേസ് ചെയ്യുകയും അതിന് പരിഹാരം കാണുകയും ചെയ്തതിൽ ഈ പി സായിനാഥിന് വലിയ പങ്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഏരിയ അതാണ്. ഗ്രാമപ്രദേശങ്ങളിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക, അതേപോലെ അഗ്രികൾച്ചർ സെക്ടറിലെ കാര്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ റേസ് ചെയ്യുക, അത് റിപ്പോർട്ട് ചെയ്യുക, അതിന് പരിഹാരം കാണുന്നുള്ള ഒരു താല്പര്യമുള്ള ആളാണ് പി സായിനാഥ്. അതുകൊണ്ട് ഹിന്ദുവിൻ്റെ റൂറൽ അഫയേഴ്സ് എഡിറ്റർ കൂടിയാണ് പി സായിനാഥ്. ഇദ്ദേഹത്തിനും പല അവാർഡുകൾ, മാക്സസെ അവാർഡ് അടക്കമുള്ള അവാർഡുകൾ പി സായിനാഥിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു നല്ല ഫോട്ടോഗ്രാഫർ കൂടിയാണ്. പി സായിനാഥ് ഒരു റിപ്പോർട്ടർ ആണ്, അതിലുപരി അദ്ദേഹം നല്ല ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ്. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയിട്ട് റിപ്പോർട്ടിങ്ങിൻ്റെ കൂടെ അദ്ദേഹം അതിനാവശ്യമായിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ്, വളരെ അധികം ശ്രദ്ധിക്കപ്പെട്ട ഫോട്ടോഗ്രാഫ്സും പി സായിനാഥ് എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ പി സായിനാഥ്. ഇനി മറ്റൊരു വ്യക്തിയാണ് സുജേത ദലാൽ. സുജേത ദലാൽ എന്ന് പറയുന്നതൊരു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ന്യൂസ് പേപ്പർ ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പേരാണ് സുജേത ദലാൽ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു വനിതാ ബിസിനസ് ജേർണലിസ്റ്റാണ് സുജേത ദലാൽ. പല ബിസിനസ് പ്രസിദ്ധീകരണങ്ങളും, ബിസിനസ് സ്റ്റാൻഡേർഡ്, അതേപോലെ ദി എക്കണോമിക് ടൈംസ് ഒക്കെ പോലുള്ള പല പ്രശസ്തമായിട്ടുള്ള ബിസിനസ് പ്രസിദ്ധീകരണങ്ങളിൽ പ്രവർത്തിച്ച ഒരു മാധ്യമ പ്രവർത്തകയാണ് സുജേത ദലാൽ. മാത്രമല്ല പല ഇന്ത്യയിലെ പല പ്രമാദമായിട്ടുള്ള അഴിമതി പുറത്തു കൊണ്ടുവന്ന, അത് ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ട് കോടികളുടെ അഴിമതികൾ പല തലങ്ങളിലും നടന്ന, ഉദ്യോഗസ്ഥ തലങ്ങളിലും ഒക്കെ നടന്ന അഴിമതികൾ പുറത്തു കൊണ്ടുവന്ന, അതിൽ കൂടുതൽ പ്രതിഭ തെളിയിച്ച ഒരു വ്യക്തി, ഒരു വനിതാ ബിസിനസ് ജേർണലിസ്റ്റാണ് സുജേത ദലാൽ.
ഫോർച്യൂൺ ഇന്ത്യ എന്ന് പറയുന്ന മാഗസിനിൽ 1984 പിന്നെ സുജേത ദലാൽ ആരംഭിക്കുന്നത്. അതിനുശേഷം ഇന്ത്യയിലെ പോപ്പുലറായിട്ടുള്ള മിക്ക ബിസിനസ് പബ്ലിക്കേഷൻസിൻ്റെയും ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു വനിതാ ജേർണലിസ്റ്റ്. അപ്പോൾ ഇതാണ് പ്രശസ്തരായിട്ടുള്ള നമ്മൾ ഇന്ത്യൻ മീഡിയ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇന്ത്യൻ ന്യൂസ് പേപ്പർ ഹിസ്റ്ററി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രശസ്തരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ജേർണലിസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഇതുവരെ പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ പിന്നെ ഓരോരുത്തരെയും കുറിച്ചുള്ള കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് വായിക്കാം. ഓക്കെ, ഇതിൽ നിന്നൊക്കെ ചിലപ്പോൾ ഷോർട്ട് ആൻസേഴ്സ് ആയിട്ടോ വൺ വേർഡ്സ് ആയിട്ടോ ഒരു പക്ഷേ എസ് ആയിട്ടൊക്കെ തന്നെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് വായിക്കുക. അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ നമുക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.